കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളുടെ വീഡിയോയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റും അറിയിക്കണം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നെല്ലിക്ക കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ് എടുക്കണം. അതായത് നെല്ലിക്കയുടെ 1-2 ഐറ്റം നമ്മൾ ചെയ്തിട്ടുള്ളൂ അല്ലേ? അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ കാന്താരി മുളകും ഒക്കെ മുറ്റത്ത് തന്നെ പറിക്കാൻ നിൽപ്പുണ്ടല്ലോ. വെളുത്ത കാന്താരി ഇട്ട് ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് 2-3 നെല്ലിക്ക ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ നെല്ലിക്ക കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കി കളയാമെന്ന്. നമ്മുടെ നെല്ലിക്ക ചമ്മന്തി വളരെ ഫേമസ് ആണ്. അപ്പം എപ്പോഴും പറയൂലേ, ചമ്മന്തി നമ്മുടെ കഞ്ഞിയിൽ ചാലിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പപ്പടം ചുട്ടതും കൂടി ഉണ്ടെങ്കിൽ വളരെ സമ്പുഷ്ടമാണ് കഞ്ഞികൂടിയെന്ന്. അപ്പം നമുക്കൊരു 3-4 നെല്ലിക്ക എടുത്താൽ മതി. ആ നെല്ലിക്കയും നമ്മുടെ വെളുത്ത കാന്താരിയും ഇഞ്ചി പിന്നെ മറ്റുള്ളതുപോലെ ഉള്ളിയും ഉപ്പും എല്ലാം ചേർത്തിട്ടൊരു ഞൊടിയിടയിലെന്ന് പറയാം അല്ലേ, തയ്യാറാക്കാൻ പറ്റിയ ഒരു ചമ്മന്തി ഉണ്ടാക്കി കളയാം. പിന്നെന്താ, നമുക്ക് കിച്ചണിലേക്ക് പോയി ആദ്യം നെല്ലിക്ക അങ്ങ് കട്ട് ചെയ്ത് അതിനുള്ള പരിപാടി നോക്കി കളയാം. തേങ്ങ സ്വല്പം മതി. നമ്മുടെ വെളുത്ത കാന്താരി ആട്ടോ നമ്മൾ ഉപയോഗിക്കണേ. പച്ചക്കാന്താരി ആകുമ്പോ പച്ച നിറത്തിലിരിക്കും. ഇത് വെളുത്തതാകുമ്പോ നല്ല വൈറ്റിൽ തന്നെ ഇരിക്കട്ടെ അല്ലേ? അപ്പൊ നമുക്ക് പോയി അതിന്റെ പരിപാടി തുടങ്ങാം. എന്നിട്ട് വൈകിട്ട് നമുക്ക് കഞ്ഞിയാക്കി കളയാം അല്ലേ? അപ്പൊ നിങ്ങളിത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അമ്മയ്ക്കൊരാഗ്രഹം, നമ്മൾ സാധാരണ ചെയ്യണം നെല്ലിക്ക കൊണ്ടുള്ള ചമ്മന്തി. നല്ല സുന്ദരൻ ഗ്രീൻ നെല്ലിക്ക. 2 വലുതും 1 ചെറുതും കുഞ്ഞ. അപ്പൊ അങ്ങനെ 3 എടുത്തത് അമ്മ. 3 നെല്ലിക്ക എടുത്ത് ബാക്കി നെല്ലിക്ക ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നത് ചട്ടിയിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കറുപ്പിക്കാൻ വീണ്ടും. അപ്പൊ അതിനു വേണ്ടി 3 നെല്ലിക്ക, നമ്മുടെ തന്നെ സ്വന്തം വെളുത്ത കാന്താരി മുളക് ഒരു 5-6 അമ്മ എടുത്ത് അത് എരിവിന്റെ അനുസരിച്ച് ഓരോരുത്തർക്ക് ചെയ്യാം. പിന്നെ ഒരു 2 ദളം വെളുത്തുള്ളി, ഒരു 4 ദളം ചുമന്നുള്ളി തൊണ്ട് കളഞ്ഞേച്ച് അരിഞ്ഞു വെച്ചതാട്ടോ, മിക്സിയിൽ അരയ്ക്കാൻ തോന്നുന്നു. അപ്പൊ ഇതേ ഒരു പിഞ്ച് തേങ്ങ. അത് തേങ്ങയുടെ ടേസ്റ്റ് നെല്ലിക്കയ്ക്ക് ചമ്മന്തിക്ക് എന്തോരം വേണോന്നനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം. നെല്ലിക്കയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണമെങ്കിൽ തേങ്ങ കുറച്ചേ ചേർക്കാവുള്ളൂ. പിന്നെ അതെ അതിനാവശ്യത്തിനുള്ള ഉപ്പ. ഇതൊന്നും ചെയ്യാനില്ല. ഇതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക നമുക്ക് കാണിച്ചു തരാൻ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കണം, കാ മാറ്റണം. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഈ നെല്ലിക്കയും തേങ്ങയും കാന്താരിമുളകും 2 തരം ഉള്ളി ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് കറക്കുക. അത്രേ ഉള്ളൂ. ഒന്നും ചെയ്യാനില്ല വേറെ. വളരെ ഈസിയാ. അപ്പൊ ഈ നെല്ലിക്കയുടെ പുളിപ്പും ചമർപ്പും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്കിഷ്ടം. കഞ്ഞിക്ക് ഏറ്റവും നല്ലത്. നമുക്ക് ചെയ്ത് കളയാം. ശരി. നമ്മളാ വെച്ചിരുന്ന 3 നെല്ലിക്കയില്ലേ, ആ നെല്ലിക്ക കുനു നമ്മ ഇതിലേക്ക് അരിഞ്ഞിടുക കേട്ടോ. എന്നിട്ട് അരിഞ്ഞിട്ടേച്ച് നമുക്ക് ഈ എല്ലാം കൂടെ ചേർത്ത് ചമ്മന്തി അരയ്ക്കാം. നല്ല രസം കാണാൻ. ഇത് ഭയങ്കര കറയാട്ടോ. ഡ്രസ്സിലൊക്കെ വീണ് കഴിഞ്ഞാൽ തെറിച്ച കറയാ. കുനു നമുക്ക് അങ്ങ് അരിഞ്ഞിടാം. നല്ല ചമർപ്പുണ്ടല്ലേ? തേങ്ങ വരുമ്പോ ശരിയാവും. മിക്സിയിൽ അരയ്ക്കാനുള്ളതായത് നല്ലോണം സ്മോളാക്കി വേണം അരിയാനായിട്ട് അല്ലേ മമ്മ? അതെ. അല്ലെങ്കിൽ കൊണ്ടുപോലെ കിടക്കും. ചമ്മന്തി ആകുമ്പോ പിന്നെ വെണ്ണ പോലെ അരയണ്ട, ഉരുട്ടിങ്ങെടുക്കാനുള്ള. ഈ ചമ്മന്തി എപ്പോഴാണ് നമ്മൾ കഴിക്കണേ? ഈ ചമ്മന്തി രാവിലെ കഞ്ഞിക്ക്. ചമ്മന്തി പയറുളത്തിയതും. ചമ്മന്തി നമ്മൾ ഉണ്ടാക്കിയ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമുണ്ടോ? ചമ്മന്തിയും പകലുണ്ടാക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണ്ട. രാവിലെ ഉണ്ടാക്കിയ ഉച്ച കഴിയുന്നവരെ പുറത്തിരിക്കും. വൈകിട്ടത്തേക്ക് വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ കേടാവും. തേങ്ങ ചേർക്കണമല്ലേ. നാളെ കഞ്ഞിക്ക് ഈ നെല്ലിക്ക ചമ്മന്തി, വൻപയർ ഉലർത്തിയത്, ചെമ്മീൻ പിക്കിള. പിക്കിളിന്റെ എപ്പിസോഡ് എന്നാ ഇടണേ? എന്തൊരു കോമ്പിനേഷനാ! പിക്കിളിന്റെ എപ്പിസോഡ് എന്നാ ഇടണേ? ക്രിസ്മസ് കഴിയട്ടെ. അതെ, ക്രിസ്മസ് സ്പെഷ്യലൊക്കെ കഴിയട്ടെ. ഉപ്പ്, തേങ്ങ ലാസ്റ്റ് ഇടാട്ടോ. ഉള്ളികൾ 2 കാന്താരി മുളകും ഇത്രയും ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് ചതയ്ക്കാം മിക്സിയില്. എന്നിട്ട് അവസാനമല്ലേ തേങ്ങ? അത് കഴിഞ്ഞിട്ട് തേങ്ങയുടെയും നെല്ലിക്ക് ഇത്രയും ഉള്ളത് കൊണ്ടൊന്നും ചതഞ്ഞ് കിട്ടണം. അടയ്ക്കുവാട്ടോ. നമ്മള് കാന്താരി മുളക്, നെല്ലിക്ക, ഉപ്പ്, 2 തരം ഉള്ളിയും കൂടെ ആദ്യം മിക്സിയിൽ ഒന്ന് ചതച്ചു ഒരു മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത്. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർത്താൽ ചമ്മന്തി കൊള്ളൂല. തേങ്ങ ചേർത്തിട്ട് വേണ്ട, തേങ്ങ ചേർത്തിട്ട് അരച്ച് ഒതുക്കിയെടുത്ത. അപ്പൊ എല്ലാം കൂടെ മിക്സ് ആയി. അല്ലെങ്കിൽ നെല്ലിക്ക ഇങ്ങനെ കടുകടുന്നുള്ളത് കൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അരയില്ല, നെല്ലിക്ക കടിക്കും. ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് നെല്ലിക്ക മൊത്തം ചതഞ്ഞ് കിട്ടി. പിന്നെ തേങ്ങ ഇട്ടാ മതി. ഉപ്പ് ആദ്യം ഇടൂ കേട്ടോ. തേങ്ങ ഇട്ടിട്ട് വീണ്ടും ഒന്ന് പതുക്കെ ഒതുക്കിയാൽ മതി. അത് മതി. ഇതിപ്പോ ഇച്ചിരി അരപ്പായിപ്പോയി. ഇത്രയും അരയേണ്ട ആവശ്യമില്ല, ഒതുങ്ങിയിരുന്നാ മതി. അതാ നല്ലത്. ഇതിപ്പോ നമ്മള് ഒരു ഇച്ചിരി കൂടിപ്പോയി അരയല്.
ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാം. ആ. ദേ ഉണ്ട പോലെ ഇരിക്കണം ഹായ്. ഇല്ല, പിടിയുടെ ഒക്കെ ഉണ്ട പോലെ. അങ്ങനെ നമ്മുടെ സ്വാദൂറും നെല്ലിക്ക ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചമ്മന്തികളുടെ ഡിഷസിൽ ഒരു വെറൈറ്റി ആണ് ഈ നെല്ലിക്ക ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെല്ലിക്ക പച്ചനെ കഴിക്കാനൊക്കെ മടിയുള്ളവർക്ക് ഇങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കറിയാം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് ഈ നെല്ലിക്ക എന്നുള്ളത്. അപ്പം നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ മടിയുള്ളവർക്കെല്ലാം ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. നമ്മുടെ വെളുത്ത കാന്താരി ഇട്ടത് കൊണ്ടാണ് കൂട്ട ഒരു വെള്ള നിറത്തിലിരിക്കണേ. പച്ചക്കാന്താരി ആണെങ്കിൽ പച്ച നിറായനെ, നമ്മുടെ വെള്ളക്കാന്താരിയാ. അതെ അതെ അതെ, അതുകൊണ്ട് നല്ല വൈറ്റ് കളറാ. പിന്നെ ശരിക്ക് അരിയണമെന്നുള്ളവർ ഈ രീതിയിൽ അരച്ചാൽ മതി. ഒന്ന് ഒതുക്കി എടുക്കണമെന്നുള്ളവരൊന്ന് കറക്കിയാൽ മതി തേങ്ങ ഇട്ടേച്ച്. അതെ, അമ്മ ഇത് അരച്ച് തന്നെ അങ്ങ് എടുത്തതാ. വ്യത്യാസം. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ആണ്. കഞ്ഞിയുടെ ഒപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. കഞ്ഞിയും പയറും നെല്ലിക്ക ചമ്മന്തിയും ഒരു പിക്കിളും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണും വരേക്കും. ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.